തിരുവനന്തപുരത്ത് അമ്മയും മകളും സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തിട്ട് 2 ദിവസമായിട്ടേ ഉള്ളൂ. ഭർത്താവ് ഉണ്ണികൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പുറത്തു വരുന്നത് അമ്മയും മകളും അനുഭവിച്ചിരുന്ന വേദനകളും ദുഃഖവും ഒക്കെയാണ്. 200 പവനും സ്ഥലവും വീടും കാറും അടക്കമുള്ളവ സ്ത്രീധനമായിട്ട് കൊടുത്തിട്ടും മകളുമൊത്ത് ഭർത്താവ് ഒരുമിച്ച് താമസിച്ചിരുന്നില്ല. കഴിഞ്ഞത് വെറും 25 ദിവസം മാത്രമായിരുന്നു എന്നും ഭർത്താവ് മാനസികമായി തന്നെ പീഡിപ്പിക്കുമായിരുന്നെന്നും 6 വർഷം മുമ്പായിരുന്നു വിവാഹമെന്നും പറഞ്ഞുകൊണ്ട് 3 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ എല്ലാം വ്യക്തമായി പറഞ്ഞിരുന്നു. അയർലൻഡിൽ നിന്ന് തിരിച്ചു വരണ വഴി മുംബൈയിൽ വെച്ച് ഇയാളെ പോലീസ് സംഘം പിടികൂടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഇയാളുമായി ഭൂതറ പോലീസ് സംഘം പോലീസ് സ്റ്റേഷനിലെത്തി. ഇപ്പോഴിതാ ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ ചന്തുവിന്റെ പ്രതികരണം പുറത്തു വരികയാണ്. സത്യത്തിൽ സംഭവിച്ചതെല്ലാം നേരെ തിരിച്ചായിരുന്നു എന്നാണ് ചന്തു പറയുന്നത്. അതായത് മാനസികമായി പീഡിപ്പിച്ചിരുന്നത് ചേട്ടനല്ല, മറിച്ച് ചേച്ചിയായിരുന്നു ചേട്ടനെ മാനസികമായി പീഡിപ്പിച്ചത് എന്നാണ് പറയുന്നത്. ഇവർക്ക് ഒരു പ്രൈവസിയും കൊടുക്കാതെ അമ്മ എപ്പോഴും ഇവരെ ഫോൺ വിളിക്കുമായിരുന്നു. വിവാഹം കഴിഞ്ഞ് അന്ന് വൈകുന്നേരത്തെ റിസപ്ഷന് അമ്മയും അച്ഛനും പോയത് പിറ്റേ ദിവസം രാവിലെ മാത്രമായിരുന്നു. ഫസ്റ്റ് നൈറ്റിന് പോലും അവർ ഇവരുടെ വീട്ടിൽ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത്. ഒറ്റ മകൾ ഉണ്ടായതിന്റെ സ്നേഹക്കൂടുതലായിരുന്നു എന്ന് കരുതിയെങ്കിലും പിന്നീട് പല അഭിപ്രായങ്ങളും ചേച്ചി പറഞ്ഞിരുന്നത് അമ്മയുടെ അഭിപ്രായമായിരുന്നു എന്നും ചേട്ടൻ ഫോൺ ചെയ്താൽ പോലും ചേച്ചി ഉടനെ അത് ലൗഡ് സ്പീക്കറിൽ ഇടുമായിരുന്നു എന്നുമാണ് ചന്തു പറയുന്നത്. ഓർമ്മ ശരിയാണെങ്കിൽ 2 വട്ടം, അതായത് PRS ആശുപത്രിയിലും ഒപ്പം അതുപോലെ തന്നെ മറ്റ് ഒരു സ്വകാര്യ ആശുപത്രിയിലും 2 വട്ടം ഇവർ സൈക്കോളജിസ്റ്റിനെ കണ്ടെന്നും സൈക്കോളജിസ്റ്റുമായി ഇവർ കൗൺസിലിങ്ങിന് പോയിരുന്നു എന്നും പറയുന്നു. 2 സൈക്കോളജിസ്റ്റുമാരും പറഞ്ഞിരുന്നത് ഇവർ ഡിവോഴ്സ് ആവുന്നതായിരിക്കും നല്ലത്, ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്നാണ് പറയുന്നത്. ഹണിമൂണിന് പോകുമ്പോൾ പോലും അമ്മ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നുവെന്നും ഇവരെന്തോ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ എടുക്കാതിരുന്നപ്പോൾ ആ ഹോട്ടലിലെ ഉടമയുടെ നമ്പർ വാങ്ങി ഈ അമ്മ വിളിച്ച കാര്യങ്ങൾ പോലും തിരക്കിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെന്നും ചന്തു പറയുകയാണ്. മാത്രവുമല്ല, നിരന്തരം ഇത്തരത്തിൽ എന്ത് കാര്യം പറഞ്ഞാലും അവസാനം ഞാൻ ആത്മഹത്യ ചെയ്യും, നിന്റെ പേരെഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഭീഷണി ആദ്യം മുതൽ ഇപ്പോൾ വരെ ഉണ്ടായിരുന്നു. ഇവർ ഡിവോഴ്സ് ചെയ്ത് പോകാത്തതിനാലാണ് ചേട്ടൻ മാനസികമായി അകന്നു കഴിയുകയായിരുന്നുവെന്നും പറയുന്നു. ശരിക്കുമുള്ള മാനസിക പീഡനം അനുഭവിച്ചത് ചേട്ടനായിരുന്നു എന്നാണ് ചന്തു പറയുന്നത്. ഉണ്ണികൃഷ്ണനെതിരെ നിരവധി വാർത്തകളാണ് പുറത്തു വരുന്നത്. MTech വിദ്യാർത്ഥി അല്ലെങ്കിൽ MTech വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും ഗ്രീമയ്ക്ക് വിദ്യാഭ്യാസമില്ലെന്നും സൗന്ദര്യമില്ലെന്നും ഗ്രീമ ഐശ്വര്യക്കേടായിരുന്നു എന്നും ഒക്കെ പറഞ്ഞ് ഗ്രീമയെ കുറ്റപ്പെടുത്തുമായിരുന്നു ഉണ്ണികൃഷ്ണൻ എന്ന വാർത്ത വരുന്നുണ്ട്. ഉണ്ണികൃഷ്ണന്റെ അപ്പച്ചിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഗ്രീമ അവിടെ എത്തിയപ്പോൾ ഉണ്ണികൃഷ്ണനും ഗ്രീമയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയെന്നും ആളുകളുടെ മുന്നിൽ വെച്ച് ഗ്രീമയുടെ അമ്മയുമായി തർക്കമുണ്ടായെന്നും ഗ്രീമയുടെ അമ്മ കുഴഞ്ഞു വീഴുകയുണ്ടായി എന്നും പറയുന്നു. സംഗതി ഇപ്പോൾ ഇവിടുത്തെ യഥാർത്ഥ വില്ലത്തി ഗ്രീമയുടെ അമ്മയാണെന്നാണ് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ. എന്തായാലും ഉണ്ണികൃഷ്ണന്റെ സഹോദരന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഇവരുടെ കല്യാണം കഴിഞ്ഞത് 2019 സെപ്റ്റംബർ മാസത്തിലാണ് കല്യാണം കഴിഞ്ഞത്. ചേട്ടൻ അപ്പോൾ അയർലൻഡിൽ PhD ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. കല്യാണം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നൊരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ ഹണിമൂണിനായിട്ട് ആൻഡമാനിലോട്ട് പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ തിരിച്ച് അയർലൻഡിലോട്ട് പോയത്. ഈ കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ്റെ അന്ന് രാത്രി വരെ ചേച്ചിയുടെ പാരൻസ് ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് 6 മണിയായപ്പോഴും അവർ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചു ഇതൊരു ഒറ്റ മോളായിരുന്നു ആ ചേച്ചി. അറ്റാച്ച്മെൻറ്റ് ഡെഫിനറ്റ്ലി നാച്ചുറലി കാണും, ആ ഒരു ഇതുകൊണ്ടാണ് എന്നുള്ള ഒരു ഇതിലായിരുന്നു ഞങ്ങൾ. അത് കഴിഞ്ഞ് എല്ലാ ദിവസവും ഇവർക്കൊരു പ്രൈവസി ഒരിക്കലും കിട്ടിയിട്ടില്ല. ഒരു കണ്ടിന്യൂസ് 24 അവർ ആ ഹണിമൂൺ പീരീഡ് അല്ലാതെ ചേട്ടനും ചേച്ചിയും തിരുവനന്തപുരത്തോ വേറെ ഒരു സ്ഥലത്തോ ഒരു 24 അവർ അവർക്ക് ഒരുമിച്ച് അവരുടെ പാരൻസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബിഗിനിങ്. എന്തെങ്കിലും ഒരു അസ്വാഭാവികത നമുക്ക് തോന്നുന്നത് അപ്പോഴാണ്. ഹണിമൂണിന് പോയ സമയത്ത് തന്നെ ഇവരെന്തോ ആക്ടിവിറ്റിയിലോ ട്രിപ്പിലോ ആയിരുന്ന സമയത്ത് ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ടൂർ ഓപ്പറേറ്ററിൻ്റെ നിന്ന് ഹോട്ടലിൻ്റെ നമ്പർ മേടിച്ചു. ആൻറ്റി ആ ഹോട്ടലിൽ വിളിച്ചു, ഇവർ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ഉള്ള ഇൻസിഡൻസ് ഉണ്ടായി. നമുക്കിതൊക്കെ ആദ്യം വളരെ ഓക്കെ, എന്തോ ഒരു പ്രശ്നമുണ്ട്, ബട്ട് നാച്ചുറലായിട്ടാണ് തോന്നിയത്. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ചേച്ചി അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ചേട്ടന് ഒരു റെസ്പോൺസ് കൊടുക്കുകയും, അല്ലെങ്കിൽ ഇപ്പോൾ ചേട്ടൻ അത് കഴിഞ്ഞ് അയർലൻഡിൽ പോയി കഴിഞ്ഞതിന് ശേഷവും ഫോണിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും അത് ലൗഡ് സ്പീക്കറിലാണ് ഫോണ്.
ചേട്ടൻ ചേച്ചിയുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾക്ക് പലപ്പോഴും മറുപടി തന്നുകൊണ്ടിരുന്നത് ആൻറ്റിയാണ്, ചേച്ചിയുടെ അമ്മയാണ് മറുപടി കൊടുത്തുകൊണ്ടിരുന്നത്. ചേച്ചിക്ക് അങ്ങനെ ഒരു ഇൻഡിപെൻഡൻസിയോ അല്ലെങ്കിൽ ഇവരുടെ മാരേജ് ലൈഫിൽ ഒരു പ്രൈവസിയോ ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു ഒരു ഇനിഷ്യൽ കാര്യം. ഇതിലെന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഇപ്പം ചേട്ടൻ്റെ ഒരു ഇതിലെന്ന് വെച്ചാൽ, ഇപ്പം എന്തൊരു ആർഗ്യുമെൻ്റ് ഇപ്പം സംസാരിച്ച് തുടങ്ങുന്നതിൻ്റെ എൻഡെന്ന് അവർ പറയുന്നത് ഇപ്പോൾ ചേച്ചി സൂയിസൈഡ് ചെയ്ത് കളയുന്നത് തന്നെയാണ് അന്ന് തൊട്ടേ ഭീഷണിപ്പെടുത്തുന്നത്. അപ്പോൾ ഇഷ്ടമില്ലാത്ത എന്ത് കാര്യം പറഞ്ഞാലും ആ ഒരു കോൺവെർസേഷൻ്റെ എൻഡിൽ ഒന്നുകിൽ സൂയിസൈഡോ അല്ലെങ്കിൽ പിണങ്ങി ഇവിടുന്ന് അങ്ങോട്ട് വീട്ടിലോട്ട് പോകുന്ന പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട്. ചേട്ടൻ ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഒരു 2 തവണ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അനന്തപുരി ഹോസ്പിറ്റലിലും PRS ഹോസ്പിറ്റലിലും സൈക്കോളജിസ്റ്റുകളെ ഫാമിലി കൗൺസിലിങ്ങിനായിട്ട് 2 തവണ പോയിട്ടുണ്ടായിരുന്നു. ചേട്ടനും ചേച്ചിയും ചേച്ചിയുടെ പാരൻസും ഞങ്ങളുടെ പാരൻസുമായിട്ട് 2 തവണ പോയിട്ടുണ്ട്. ഐ മീൻ 2 കൗൺസിലിംഗ് കോഴ്സസ് ഇതിനായിട്ട് പോയിട്ടുണ്ട്. അതൊന്നും അവർ പൂർത്തീകരിക്കാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, ഫസ്റ്റ് സെക്കൻഡ് വിസിറ്റിലൊക്കെ തന്നെ നമ്മളെ സൈക്കോളജിസ്റ്റ് ഈ പറഞ്ഞതുപോലെ ഇത് ഡിവോഴ്സ് ആവുന്നതാണ് നല്ലത്, ഇത് ഒട്ടും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ ആണെന്നൊക്കെ തന്നെ അവർ പറഞ്ഞു. ആദ്യം എല്ലാവർക്കും, ഫാമിലിയിലുള്ളവർക്ക്, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഒരു സൂയിസൈഡ് നോട്ട്, ഒരു 3 പേജുള്ള ഒരു സൂയിസൈഡ് നോട്ട്, 1 ഇങ്ങനെ ചെയ്യുന്നെന്നും 2 ഈ അവരുടെ സ്വത്തുക്കളും ഈ സ്വർണവും ഒക്കെ എവിടെയോ ഒരു സ്ഥലത്ത് ലോക്കറിൽ ഉണ്ടെന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽസും, പിന്നെ അങ്ങനെ ഒരു 3 ലെറ്റർ ആയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അയച്ചു തരികയും, അത് ആക്ച്വലി ഒരു 1 മണിക്കോ അങ്ങനെ എന്തൊരു സമയത്താണ് അയച്ചു തന്നത്. ഒരു 1:30 ആയപ്പോഴോ 1:45 ആയപ്പോഴോ ഇങ്ങനെ അങ്കിൾ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു, ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ ആക്ച്വലി വിശ്വസിച്ചില്ല. കാര്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കല്ല, തുടക്കം മുതലേ സൂയിസൈഡ് ത്രെറ്റനിങ് ആണ്. എന്ത് പറഞ്ഞാലും അവസാനം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. കാരണം ഞങ്ങൾ ഇതൊന്നും ആക്ച്വലി, ഇപ്പം ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, മുഖവിലേക്ക് എടുത്തില്ല. ഇത് ഒരു നോർമൽ, ഇതുപോലെ വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഒരു കാര്യം. ഇതാണ് ശരിക്കും സംഭവിച്ചത്. എന്തായിരിക്കും ആത്മഹത്യ കാരണം എന്നാണ് നിങ്ങൾ കരുതുന്നത്? അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്നത് എൻ്റെ ചേട്ടൻ എന്തായാലും മാനസികപരമായിട്ട് പുള്ളിക്കാരിയെ പീഡിപ്പിച്ചതായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോന്നൽ എനിക്കെന്തായാലും ഉണ്ടായിട്ടില്ല. പകരം തിരിച്ച് ഈ ഒരു ഭീഷണിയിൽ മുൾമുനയിലായിരുന്നു ചേട്ടൻ നിന്നിരുന്നത്. അത് മാത്രമല്ല, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അനിയന്മാർ, ഇപ്പം ഞാനും ഫാമിലിയായിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്, അതേപോലെ ആൻറ്റി, അമ്മ, ഞങ്ങളുടെ പേരിൽ ഡൊമസ്റ്റിക് അങ്ങനെ എന്തോ ഒരു ചാർജ് ഇട്ട് അങ്ങനെ തന്നെ ചെയ്യുമെന്നും അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് വീട്ടിൻ്റെ മുറ്റത്ത് വന്ന് സൂയിസൈഡ് ചെയ്യുന്ന വരെയുള്ള ത്രെറ്റനിങ് നടത്തിയിട്ടുണ്ട്. ആ ഒരു ഇതിൽ തന്നെയായിരുന്നു, പേടിയിൽ തന്നെയായിരുന്നു ചേട്ടൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ചേട്ടനായിരുന്നു ആക്ച്വലി ഈ പറയുന്ന ഇവർ കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് ഉണ്ടായിരുന്നത്.